ഇത് തന്നെ വിശാലമായിട്ടൊരു ഏരിയ ആണ് അല്ലേ ഇവിടെ? എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട മേളിൽ ഫസ്റ്റ് ഫ്ലോർ ആണ്. ഫസ്റ്റ് ഫ്ലോർ നമുക്ക് എറണാകുളത്ത് നിൽക്കുന്ന ഒരു ഫ്ലാറ്റിന്റെ ഒരു ഫീൽ, ഫ്ലാറ്റിന്റെ ഒരു ഫ്ലാറ്റ് നിൽക്കുന്ന ഒരു ഫീലാണ്. മേളിലേക്ക് ഈ ഡബിൾ ഹൈറ്റും ഈ ഒരു ലിവിംഗ് സ്പേസും ബാൽക്കണി എല്ലാം കൂടെ ഒരുമിച്ച് നല്ലൊരു ആംബിയൻസ് ആണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് അവർ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധവും ഇല്ലാത്തത്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഈ ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ട് ലിവിംഗിൽ ഇരുന്നുകൊണ്ട് നമുക്ക് റൂമിലേക്ക് ആക്സസ് ഉണ്ട്. കിച്ചണിൽ നിന്നും 2 റൂമിലും നമുക്കൊന്ന് വിളിച്ചാൽ പെട്ടെന്ന് കേൾക്കും. ഒരു അട്രാക്ഷൻ ഇവിടെ ഇതാണ്. ഈ ടോയ്ലറ്റിന്റെ ഒരു ഗ്ലാസ് ഡോർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ആണല്ലേ? ബെഡ്റൂമിൽ നിന്ന് ഒരു ബാത്റൂമിലേക്ക് ഒരു ആക്സസ് ഇങ്ങനെ ഒരു ഗ്ലാസ് കൊടുത്ത്. ഓക്കെ ഓക്കെ. ബേ വിൻഡോ വന്നപ്പോ നിങ്ങൾ ഇത് സെപ്പറേറ്റ് കബോർഡ് ചെയ്ത് ഇങ്ങനെ ബേ വിൻഡോ ആക്കി എടുത്താണ് അല്ലേ? അതിന്റെ സീറ്റിംഗിന്റെ അടിയിൽ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 2 സൈഡില് ഡ്രസ്സിങ്ങിനുള്ള സ്റ്റോറേജും ആയിട്ട് ഇവിടെ സ്റ്റോറേജ് വരും. നമസ്കാരം. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്ത് ചാഞ്ഞോടി എന്ന സ്ഥലത്ത് ഒരു പ്രീമിയം വീടിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇന്റീരിയർ അടക്കം ഒരു ലക്ഷറി ടൈപ്പിൽ ഒരു പ്രീമിയം ലെവലിൽ ഫിനിഷ് ചെയ്തൊരു വീടാണ്. അപ്പോൾ അത് ചെയ്തിരിക്കുന്നത് മൈത്തർ കൺസ്ട്രക്ഷൻ ആണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ഒരു വീഡിയോയിൽ ഇവരുടെ ഒരു വീട് പരിചയപ്പെടുത്തിയിരുന്നു. ഈ വീടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതോടൊപ്പം മൈത്തറിന്റെ മാനേജിംഗ് ഡയറക്ടർ രതീഷ്, സ്വാഗതം. താങ്ക് യു. ഓക്കെ, ഇത് വൈഫാണ്. ഓക്കെ, നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ വീടിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ എന്താണ് പറയുക? എത്ര സെന്റ് സ്ഥലമാണ്? എത്ര സ്ക്വയർ ഫീറ്റ് ആണ്? 5 സെന്റ് സ്ഥലമാണ്. ഓക്കെ, പക്ഷേ 2250 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്. ഓക്കെ, 5 സെന്റിനകത്ത് 2250 സ്ക്വയർ ഫീറ്റ് വീട്. 2 കാർ പാർക്കിംഗ്, 4 ബെഡ്റൂം, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഡ്രോയിങ്, ഡൈനിങ്, ലിവിംഗ്, ഓപ്പൺ കിച്ചൺ. താഴെ 2 ബെഡ്റൂമും മേളിൽ അങ്ങനെയാണല്ലേ? 2 ബെഡ്റൂം എന്ന് പറയുമ്പോൾ നമ്മൾ താഴത്തെ 120 സ്ക്വയർ ഫീറ്റ്, 130 സ്ക്വയർ ഫീറ്റ്, മോള് വരുന്നത് 150, 160 സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം ലെവലിൽ ചെയ്തിരിക്കുന്നതാണ്. ഫുൾ ഇന്റീരിയർ ആണ് ചെയ്തിരിക്കുന്നത്. ചാടി വീണോ? ഇന്റീരിയർ ഡിപ്പാർട്ട്മെന്റ് പുള്ളിക്കാരിയാണ്. വീടിന്റെ ഈ റൂമിൽ 4 റൂമിലും ഇന്റീരിയർ വാർഡ്രോബ്സ്, ഡ്രസ്സിംഗ് യൂണിറ്റ് ഉൾപ്പെടെയായിട്ട് ഒരു ബേ വിൻഡോ ഉൾപ്പെടെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് ഇൻസൈഡ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അകത്ത് കയറി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പിന്നെ നമുക്ക് ഈ ലൊക്കേഷനും കൂടെ ഒന്ന് കറക്റ്റ് ഒന്ന് പറയാമോ? ഇതിപ്പം ചങ്ങനാശ്ശേരി തിരുവല്ല റൂട്ട്. നമ്മുടെ ബിലീവേഴ്സ് ഒക്കെ അറിയാലോ. ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ് 1.5 കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് തിരുവല്ലായിക്ക് 4 കിലോമീറ്റർ, ചങ്ങനാശ്ശേരിക്കും 5 കിലോമീറ്റർ സ്ഥലമാണ്. ചാഞ്ഞോടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ, നമുക്ക് ഈ വീട് വിൽപ്പനയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാൻ ആദ്യം വിട്ടുപോയി. അപ്പൊ അതിനുവേണ്ടി അതാണ് നമ്മൾ ആ ഡീറ്റെയിൽ പറയുന്നത്. അപ്പൊ അതിന് ആവശ്യമുള്ളവർക്ക് നേരിട്ട് ബന്ധപ്പെടാം. അതിനു മുമ്പ് നമുക്ക് വീടിന്റെ കാര്യങ്ങൾ ഇന്റീരിയറും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടു നോക്കാം. നമുക്ക് ഇതിന്റെ വാതിൽ തൊട്ടുള്ള ഈ സിറ്റ് ഔട്ട് തൊട്ടുള്ള കാര്യങ്ങൾ നോക്കിയാല് സിറ്റ് ഔട്ട് വന്നിട്ട് ഇവിടെ ഹാൻഡ് റെയിൽസ് എന്താ കൊടുത്തിരിക്കുന്നത്? ടഫൺ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് മെയിൻ ഡോറിലേക്ക് വന്നാൽ ഇത് തേക്ക് വുഡ് ആണ്. പിന്നെ നമ്മളൊരു എന്താ പറയുക, ഒരു കൂൾ മൂഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ഫുൾ വൈറ്റും ഒരു തീമാണ്. നമ്മളത് വീടിന്റെ എലിവേഷനിൽ തന്നെ അത് മനസ്സിലായി. മൊത്തത്തില് വൈറ്റ് കൂൾ മൂഡ് കിട്ടുന്ന രീതി മൊത്തം വൈറ്റ് കളറാണ്. ആ ഒരു തീമിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, വിൻഡോയും ഡോറും എല്ലാം. നമ്മൾ നേരെ ലിവിംഗ് റൂമിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പൊ ലിവിംഗിന്റെ ഡീറ്റെയിൽസ് എന്താ? ഇതിലെത്തിരിക്കുന്ന ടൈൽസ് കാര്യങ്ങൾ എങ്ങനെയാണ്? ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡബിൾ ഹൈറ്റ് ആണ്. ഓക്കെ, ലിവിംഗ് ഡബിൾ ഹൈറ്റ്. ഓക്കെ, നല്ല ആക്സസ് ഉണ്ട് നമുക്ക്. ആ ബെഡ്റൂമിൽ നിന്നാണെങ്കിലും ഇപ്പുറത്തെ ബെഡ്റൂമിലാണെങ്കിലും എല്ലാം നമ്മൾ ഈ കിച്ചണിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഭയങ്കര ഒരു സൗകര്യം. ഹാളിലാണെങ്കിലും അതിന് ഒരു ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്ലോർ വരുമ്പോൾ കജേരയിലെ 4x2 മാറ്റ് ഫിനിഷ് ടൈലാണ് വന്നിരിക്കുന്നത്. വുഡൻ ഫിനിഷ് വീട് ഫുള്ള് വുഡൻ ഫിനിഷ്. അപ്പൊ ഇതിവിടെ സീറ്റിംഗ് ഏരിയ ഈ കോർണർ ആയിട്ട് ചെയ്തിരിക്കുന്നു അല്ലേ? സീറ്റിംഗ് ഏരിയ ചെയ്തിരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു പൂജാ റൂം ഇതിന്റെ സൈഡിലായിട്ടുള്ള അതിന്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മളെ വാസ്തുപരമായിട്ടാണല്ലോ വീടൊക്കെ സെറ്റ് എല്ലാം വാസ്തുപരമായിട്ടെല്ലാം ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി ലിവിംഗിന് നേരെ നമ്മൾ ഡൈനിങ് ഏരിയ അല്ലേ? ഇവിടാണ് നമ്മുടെ ടി വി യൂണിറ്റിനുള്ള നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഒരു ഹോം തിയേറ്റർ ഫെസിലിറ്റി പോലെ നമുക്ക് ചെയ്യാനുള്ള സീലിംഗ് ഫുള്ള് വീട് ചെയ്തിട്ടുണ്ട് നമ്മള്. ഓക്കെ, എല്ലാ റൂമിലും ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ റൂമിലും വാർഡ്രോബ്സും ഉണ്ട്. നമുക്ക് ഈ വീട്ടില് വാങ്ങുന്നവർക്ക് ഫുൾ ഫർണിഷ്ഡ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് അല്ലേ? എ സിയും വരുന്നുണ്ട്. റൂമിന് ഉള്ള എ സി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഈ വീടിന്റെ മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ഓപ്പൺ കിച്ചൺ അല്ലേ? ഈ ഓപ്പൺ കിച്ചണിലേക്ക് വരുമ്പോ എങ്ങനെയാണ് അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് മനസ്സുകൊണ്ട് തുറന്ന് സംസാരിക്കാൻ പറ്റും. ഇവിടെ ഡൈനിങ്ങുമായിട്ട് ഇത്ര അടുത്തായതുകൊണ്ട് തന്നെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ചെയർ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡ്സിന്റെ ഒരു ഡൈനിങ് ടേബിൾ ആയിട്ട് തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് ടോപ്പ് എന്താ ചെയ്തിരിക്കുന്നത്? നാനോ വൈറ്റ് ആണ്. ഡബിൾ തിക്നെസ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഫുള്ളോടുകൂടി ആ ഒരു വൈറ്റ് വുഡൻ ഫിനിഷ് ഫീലിലേക്കാണ് നമ്മൾ കിച്ചൺ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഡബിൾ ബൗളിന്റെ സിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലോട്ട് നമുക്ക് ആക്സസറീസ് കൊടുത്തിട്ടുണ്ട്. കട്ട്ലറി, കാലി ബാസ്കറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫുഡ് ആൻഡ് ഹോം ആണ്. ഇതിന്റെ ഡോർസ് എല്ലാം എന്ത് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്? ലാമിനേഷൻ ആണ്. 710 ഗ്രേഡ് പ്ലൈയില്
ലാമിനേറ്റഡ് ആണ്, മെറീനോ ലാമിനേഷൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇത് തന്നെ അല്ലേ, മെറൈൻ പ്ലൈ തന്നെ. യൂണിറ്റും ഇത് തന്നെയാണ് ഓക്കെ ഓക്കെ. മേളിൽ വുഡൻ ഫിനിഷും താഴെ വൈറ്റ് തീമാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലും ജിപ്സം സീലിംഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫുള്ളോടെ ഒരു കൂൾ എഫക്ട് കിച്ചണിൽ ഫീൽ ചെയ്യും. ആ നാനോ വൈറ്റ് വന്നപ്പോ ക്ലീൻ ചെയ്തിട്ട ലേഡീസിനാണെങ്കിലും ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നുന്ന രീതിയിൽ തന്നെ നമ്മളത് ഇവിടുന്ന് ഡൈനിങ്ങിൽ നിന്നും ഇപ്പൊ ബെഡ്റൂമിൽ നിന്നും എല്ലാം ഒരു ആക്സസ് കിട്ടുന്ന രീതിയിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ്. മക്കളിപ്പം സെക്കൻഡ് ഫ്ലോർ ഉള്ളപ്പോഴത്തേക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് അവർ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബന്ധവും ഇല്ലാത്തത്. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഈ ഡബിൾ ഹൈറ്റ് കൊടുത്തുകൊണ്ട് ലിവിംഗിൽ നിന്നുകൊണ്ട് നമുക്ക് റൂമിലേക്ക് ആക്സസ് ഉണ്ട്. കിച്ചണിൽ നിന്നും 2 റൂമിലും നമുക്കൊന്ന് വിളിച്ചാൽ പെട്ടെന്ന് കേൾക്കും. ഇന്റർ കണക്റ്റഡ് ആണ്. വരത്തില്ല. ഡബിൾ ഹൈറ്റ് കൊണ്ട് ഇത് ഇവിടെ കുറെ നല്ല ഓപ്പൺനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ നമുക്ക് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ഫ്ലോറുമായിട്ട് എപ്പോഴും. എന്നോട് ചേർന്ന് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്, ചെറിയ വർക്ക് ഏരിയ ആണ്. അതായത് ഒരു ഫ്രിഡ്ജും നമുക്ക് ഒരു കുറച്ച് ഒരു റഫ് യൂസ് ആയിട്ട് കിച്ചണിൽ വർക്ക് ഏരിയ ആയിട്ട് കൊടുക്കും. ഇതും നാനോ വൈറ്റ് തന്നെ ടോപ്പ് ചെയ്തിട്ടുണ്ട്. സിങ്ക് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ സിങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. മോഡേൺ കിച്ചണിൽ ഒരു ഡബിൾ സിങ്ക്. ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള ആക്സസ് കിണറും ഉണ്ട്. ഓക്കെ, പുറത്ത്. ഇനി നമ്മൾ ഇവിടുത്തെ 2 ബെഡ്റൂം ആണ്. ബെഡ്റൂം വരുന്ന ഈ സൈഡിൽ കൂടെ നമുക്ക് മേളിലേക്കുള്ള ആക്സസ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർ കേസിന്റെ ഡീറ്റെയിൽ നമുക്ക് പറയാം. അതിന് മുമ്പ് നമുക്ക് 2 ബെഡ്റൂം. ഇവിടെ ഇവിടുത്തെ ഒരു വാഷ് യൂണിറ്റ് ഉണ്ട്. ഡൈനിങ്ങിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഡൈനിങ് വാഷ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പ് ആയിട്ട് അല്ലെ, കൗണ്ടർ ടോപ്പ് വാഷ് ബേസിന് വോൾട്ടൈല് മിറർ എല്ലാം കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം ഇതല്ലേ, മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് വന്നിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ആ സെയിം ഫിനിഷിലുള്ള ടൈല് തന്നെ കൊടുത്തിരിക്കുന്നത് അല്ലേ, വുഡൻ ഫിനിഷ് തന്നെ. അപ്പോക്സി പോയിന്റിംഗ് കൊടുത്തിട്ടുണ്ട്. 3 ഡോർ വാർഡ്രോബ്സ് ഉണ്ട്. ഇത് എന്ത് മെറ്റീരിയൽ? മറൈൻ പ്ലൈ തന്നെയാണോ? ഓക്കെ ഓക്കെ. ഇതെല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ച് തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ 3 പാളി വിൻഡോ കൊടുത്തിട്ടുണ്ട്. നല്ല ലൈറ്റ് ഉണ്ട് മുറിക്കകത്ത് അല്ലെ, 3 പാളി വെച്ച് കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഈ ബെഡ്റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട് അല്ലെ. ഈ നമുക്ക് ഈ ഡോർ ഇതെല്ലാം ഈ വൈറ്റ് തീമി വരുന്നതുകൊണ്ട് പ്രത്യേക ഒരു അട്രാക്ഷൻ ആണ് അല്ലെ, എല്ലാം മൂഡ് കിട്ടും. ഓക്കെ, ഇതും ഫൈബർ ഡോർ ആണ് അല്ലെ. ഓക്കെ, ഇതില് അലുമിനിയം സ്ട്രിപ്പ് ഒക്കെ ചെയ്ത് ഭംഗി നിങ്ങൾ സെപ്പറേറ്റ് ചെയ്ത അല്ലേ. ഫ്ലോർ മൗണ്ടഡ് ക്ലോസറ്റ് ആണ് അല്ലേ. ഓക്കെ, ഷവർ ഏരിയ അപ്പോക്സി പോയിന്റിംഗ് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. ഡൈവേർട്ടർ ആണ്, സിറയുടെ തന്നെ ഡൈവേർട്ടർ. അതാണ് നമ്മളൊരു പ്രീമിയം ക്വാളിറ്റി വരുമ്പോഴാണ് ഈ ഡൈവേർട്ടറും ഒക്കെ വെക്കുന്നത്. അല്ലെങ്കിൽ വാൾ മിക്സറിന്റെ ആവശ്യമുള്ളൂ. ഇതിപ്പം ഡൈവേർട്ടർ ഉണ്ട്, വാഷ് ബേസിന് എല്ലാ കാര്യങ്ങളും ഇവിടെയും കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇത് നമുക്കിനിയും 2ാമത്തെ ബെഡ്റൂം ആണ്. അതിന് ഇവിടെ ഒരു വാൾപേപ്പർ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇമ്പോർട്ടർ വാൾപേപ്പർ ആണല്ലേ. ഓക്കെ, ഇതിപ്പോ ഒരു 2ാമത്തെ ബെഡ്റൂം അല്ലേ, ബെഡ്റൂം ആണ്. ഇവിടെ ചെറിയൊരു റൂം ആണ് അല്ലെ, ചെറിയ ബെഡ്റൂം ആണ്. 100 സ്ക്വയർ ഫീറ്റ്. നമ്മൾ പിള്ളേർക്ക് അനുസരിച്ച് വാർഡ്രോബ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഉണ്ട്. അതും ആ വൈറ്റ് കളറിലുള്ള ഡോർ തന്നെയാണ്. ഇവിടെ നമ്മള് ഫുൾ ഫുൾ ടൈൽ ഇല്ല. ഇത് 8 ഫീറ്റ് ഹൈറ്റില് ക്ലോസറ്റ്, വാഷ് ബേസിൻ എല്ലാം നോർമൽ കാര്യങ്ങളെല്ലാം എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ അപ്പർ റൂമിലേക്ക് വരികയാണ്. ഇപ്പൊ സ്റ്റെയർ കേസ് കയറി. ഇപ്പൊ സ്റ്റെയർ കേസിന്റെ ഡീറ്റെയിൽ നമ്മൾ പറയാമെന്ന് പറഞ്ഞു. ഇതാ ഫ്ലോർ ടൈൽ തന്നെയാണോ? ടൈൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ തടിയുടെ പാനലിംഗ് പോലെ തന്നെ ഒരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ ഇതും പൈപ്പാ. ഓക്കെ, വിത്ത് ഗ്ലാസ് ആണ് അല്ലെ. അതൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് വുഡിന്റെ ഒരു ഫിനിഷ് ആയതുകൊണ്ട് തന്നെ അല്ലെ, കുറച്ച് പ്രീമിയം ലുക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് നമുക്ക് ഇതിന്റെ വേറൊരു ഹൈലൈറ്റ് ആണ് ഈ വീടിന്റെ ഈ അപ്പർ ലിവിംഗിൽ വരുന്ന ഈ ഒരു ഏരിയ അല്ലെ. ഇത് തന്നെ വിശാലമായിട്ടൊരു ഏരിയ ആണ് അല്ലെ ഇവിടെ. ഇപ്പൊ താഴത്തെ ലിവിംഗും ഡൈനിങ്ങും കിച്ചണും കൂടെ ചേർന്ന് വരുമെന്ന് തോന്നുന്നു അല്ലെ. അതായത് നമുക്ക് ഭാവിയിൽ ഒരു ഹോം തിയേറ്റർ ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ അന്ന് ഡിസൈൻ ചെയ്തു. അങ്ങനെ ചെയ്ത ഈ സമയത്ത് നമ്മള് മറ്റേ നമ്മുടെ ജോസ് സാറിനെ ഓർക്കുന്നത്. അദ്ദേഹമാണ് നമ്മുടെ ഗുരുതിലാണ് മനുഷ്യൻ. അദ്ദേഹമാണ് മൊത്തം ഡിസൈൻ എല്ലാം ചെയ്തത്. ഡിസൈൻ എല്ലാം പ്ലാൻ എല്ലാം പുള്ളിയുടെ കാരണം ഈ സമയത്ത് താങ്ക് യു സോ മച്ച് സാർ. ഇപ്പൊ ഇവിടെ വരുമ്പോ ഇതൊരു യൂണിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതേ പറഞ്ഞ പിള്ളേർക്കൊക്കെ ഓടി നടന്ന് കളിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി അതല്ല എന്തെങ്കിലും ഒരു പാർട്ടിയോ എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തണമെങ്കിൽ നല്ലൊരു സ്പേസ് ഉണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഇന്റീരിയറിന്റെ പാർട്ടായിട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് മെറൈൻ പ്ലൈ തന്നെയാണോ? മെറൈൻ പ്ലൈയില് ലാമിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഒരു ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് വേറെ ഈ ഡബിൾ ഹൈറ്റിന്റെ ഭംഗി വേറൊരു എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ് അല്ലെ. ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മുടെ വീടിന്റെ ഹൈലൈറ്റ് അത് തന്നെയാണ്. ഹൈലൈറ്റ് ആണ്. അപ്പൊ താഴെ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് കിട്ടുന്ന കിച്ചണിൽ നിന്നാണെങ്കിലും ഒരു ആക്സസ് കിട്ടും. ഇവിടെ ഇവിടുന്ന് കാണാൻ പറ്റും. പുറത്തെ മെയിൻ ഡോറിലേക്കുള്ള കാണാൻ പറ്റും. ഓക്കെ ഓക്കെ, അങ്ങനെയൊക്കെ നല്ലൊരു ഏത് ആക്സസ് ഉണ്ടെങ്കിലും കിച്ചണിൽ നിൽക്കുന്നവരെ ലിവിംഗില് നമുക്ക് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഡിസൈനിങ്ങിനകത്ത് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ ഓക്കെ, അതൊക്കെ നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഡബിൾ ഹൈറ്റ് വരുന്നതിന്റെ വേറൊരു ഹൈലൈറ്റ് സംഭവമാണ് മെയിൻ ഡോറിന്റെ നേരെ മേളിൽ ഒരു വെർട്ടിക്കൽ പർഗോള കൊടുത്തിരിക്കുന്നത് അല്ലേ.
അത് നമുക്ക് നൈറ്റിലാണെങ്കിലും നമുക്ക് ഒരു കൂൾ മൂഡ്, എപ്പോഴും വീടിനകത്ത് നല്ല പ്രകാശമായിരിക്കും. ലൈറ്റ് വേണമെന്നില്ല, അല്ലാതെ തന്നെ എപ്പോഴും വെട്ടോ. അത് ഗ്ലാസ് ആണ് അല്ലേ? ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസ് വെച്ച് ഗ്ലാസ് വെച്ചിട്ട് കവർ ചെയ്തിരിക്കുക. മേളിൽ നിന്ന് വരുന്ന ലൈറ്റ് നല്ലൊരു താഴെയായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? താഴെ റൂമിനുള്ളിലേക്ക് നല്ല പ്രകാശം എപ്പോഴും 5 സെന്റിനകത്ത് ഇത്രയും ഒരു സ്ക്വയർ ഫീറ്റിൽ നമ്മൾ ചെയ്യുമ്പോൾ കൺജഷൻ ഫീൽ ചെയ്യുന്നില്ല. ആര് വന്നാലും നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ പറയുന്നത് ഇതൊരു 5 സെന്റിലെ വീടാന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാം. നമുക്ക് ഏറ്റവും എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട മേളിൽ ഫസ്റ്റ് ഫ്ലോർ ആണ്. എറണാകുളത്ത് നിൽക്കുന്ന ഒരു ഫ്ലാറ്റിന്റെ ഒരു ഫീലാണ്. മേളിലേക്ക് ഈ ഡബിൾ ഹൈറ്റും ഈ ഒരു ലിവിംഗ് സ്പേസും ബാൽക്കണി എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ്. അത് ഇവിടെ നമുക്ക് വരുമ്പം ഇവിടെ ഒരു റൂമാണ്, ബെഡ്റൂം ആണ് അല്ലേ? ഇപ്പൊ സ്റ്റെയർ കേസ് കയറി വന്നാൽ നേരെ ഇതൊരു വലിയ റൂമായതല്ലേ? 165 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ആവശ്യത്തിന് വെട്ടവും കാര്യങ്ങളും ഉണ്ട്. ഇത് വിൻഡോ ആണ് അല്ലേ? വലിയൊരു ബെഡ് ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ വിശാലമായിട്ട് വലിയൊരു വാർഡ്രോബ് ഉണ്ട് അല്ലേ? ഇവിടെ ഒരു ക്രീം ഷെയ്ഡിനോട് തന്നെ മാച്ചിങ് ആയിട്ടുള്ള ഒരു വാൾപേപ്പർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഹെഡ് വരുന്നിടത്ത് അല്ലേ? രണ്ട് സൈഡിൽ നമ്മൾ സിംഗിൾ പാളി വെച്ച് കൊടുത്തപ്പോൾ ബെഡ് ഇടാനല്ലോ. അതായത് നമ്മൾ സാറിന് ബെഡ് ഇടുമ്പോൾ പലരും വരുന്ന ഒരു പ്രശ്നമാണ് ഈ വിൻഡോ മറഞ്ഞു പോകുന്നുള്ളത്. അത് ഒഴിവാക്കാൻ നമ്മൾ അങ്ങനെ ഡിസൈൻ കൊടുത്തു. രണ്ട് സൈഡിലും സിംഗിൾ വിൻഡോ കൊടുത്തു. ഇവിടെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വിത്ത് വാർഡ്രോബ് എല്ലാം മെറൈൻ പ്ലേ തന്നെ ചെയ്തിരിക്കുന്നത്. വന്നിട്ടുണ്ട്. വാർഡ്രോബിന് വേണ്ടി അങ്ങനെ ഒരു സ്പേസ് എടുത്ത് ക്രിയേറ്റ് ടി വി യൂണിറ്റ് ആയിട്ട് വന്നിരിക്കും. പിന്നെ ഇതിനോട് ചേർന്ന് ഇവിടെ ടോയ്ലറ്റ് ഉണ്ട് അല്ലെ? അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഇതും അത്യാവശ്യം വലിയ ടോയ്ലറ്റ് ആണ് അല്ലേ? ഈ ടോയ്ലറ്റിൽ നോർമൽ എല്ലാ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലേ? വാഷ് ബേസിന്, ക്ലോസറ്റ്, ഷവർ, ഹാൻഡ് ഷവർ ഉൾപ്പെടെ എല്ലാം കൊടുത്തു. ഓക്കെ. മറ്റു ടോയ്ലറ്റിനെക്കാട്ടി കുറച്ചും കൂടെ വലിയ ടോയ്ലറ്റ് ആണ് അല്ലേ? വലിയ ടോയ്ലറ്റ്. അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ ഇവിടെ ഇതാണ്. ഈ ടോയ്ലറ്റിന്റെ ഒരു ഗ്ലാസ് ഡോർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വെറൈറ്റി ആണല്ലേ? ബെഡ്റൂമില് പോകുമ്പോ നമുക്ക് ബെഡ്റൂമിൽ നിന്ന് ഒരു ബാത്റൂമിലേക്ക് ഒരു ആക്സസ് ഇങ്ങനെ ഒരു ഗ്ലാസ് കൊടുത്ത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്തിടാം. അതൊരു വെറൈറ്റി സംഭവമാണ്. കിട്ടുന്ന ചെറിയൊരു കോപ്പി ചെയ്തെന്ന് വിചാരിച്ചാൽ മൊത്തത്തില് ഒരു ഭയങ്കര ലക്ഷറിയസ് ആയിട്ട് ചെയ്തു. മാസ്റ്റർ ബെഡ്റൂം ഏറ്റവും നല്ല അട്രാക്ഷൻ ആയിട്ട് ഇത്രയും വലിയൊരു വാർഡ്രോബ്, ഏറ്റവും വലിയൊരു ടോയ്ലറ്റും ഒക്കെ ആയിട്ട് നമുക്ക് ടോയ്ലറ്റിനുള്ളിൽ നിന്നും ഇങ്ങോട്ടും അങ്ങോട്ടും ഒരു ആക്സസ് കിട്ടുന്ന രീതിയിലാണ് അല്ലെ? ബ്ലൈൻഡ്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവസിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോ നമ്മുടെ ഇതിലെ 4ാമത്തെ ബെഡ്റൂം ആണ് അല്ലെ? ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ. ഇതും അത്യാവശ്യം വലിപ്പമുള്ള റൂം തന്നെയാണ് അല്ലെ? ഈ ബെഡ്റൂമിനാണ് ഒരു ബേ വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് എലിവേഷനിലേക്ക് ലുക്ക് ഉള്ള ഒരു റൂം കൂടെ. ഇത് ഈ ഒരു 3 പാളിക്ക് ഒരു വിൻഡോ കൊടുത്ത് നല്ലൊരു സീറ്റിംഗ് ഫെസിലിറ്റി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതി. ഇവിടുന്ന് പുറത്ത് മെയിൻ റോഡിലേക്കുള്ള വീക്ഷണം ഉണ്ടല്ലേ? നമുക്ക് ഇത് കാണാം. ആര് ഫ്രണ്ടിൽ വന്നാലും നമുക്ക് ഇവിടെ നിന്നാലും കാണാവുന്ന രീതിയിൽ 2 സൈഡിൽ വാർഡ്രോബും ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലുക്കിലെ ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അല്ലെ? വാൾപേപ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലൈറ്റ് ഷെയ്ഡിൽ തന്നെ, ലൈറ്റ് തീമിൽ തന്നെ ഉള്ള ഒരു വാൾപേപ്പർ. ഈ മുകളിലത്തെ 2 ബെഡ്റൂംസിനും 2 AC പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AC ഉൾപ്പെടെയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ റൂമിൽ AC ഉണ്ട് അല്ലേ? ഉണ്ട്, സോളാർ വാട്ടർ ഹീറ്റർ ഉണ്ട്. എല്ലാം ഫെസിലിറ്റി നമുക്ക് ഇതിൽ തന്നെ ഇൻബിൽറ്റ് ഉള്ളതാണ്. നമ്മളിവിടെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ബേ വിൻഡോ വന്നപ്പോ നിങ്ങൾ ഇത് സെപ്പറേറ്റ് കബോർഡ് ചെയ്ത് ഇങ്ങനെ ബേ വിൻഡോ ആക്കി എടുത്താണ് അല്ലേ? അതിന്റെ സീറ്റിംഗിന്റെ അടിയിൽ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. 2 സൈഡില് ഡ്രസ്സിങ്ങിനുള്ള സ്റ്റോറേജും ആയിട്ട് ഇവിടെ സ്റ്റോറേജ് വരും. അപ്പൊ നമുക്കിങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ബേ വിൻഡോ കൊടുത്തിട്ട് അകത്ത് ഇന്റീരിയറിന്റെ പാർട്ടായിട്ട് ബേ വിൻഡോ ആക്കി സെറ്റ് ചെയ്താൽ ഇവർ കുഷനെ കൊടുത്തെടുത്ത് വെക്കും അല്ലേ? ഈ ബെഡ്റൂമിന് ബേ വിൻഡോ കൂടാതെ ഒരു ചെറിയ സ്റ്റഡി ടേബിൾ വിത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നോർമൽ ടോയ്ലറ്റ് ഫുൾ ഹൈറ്റിൽ തന്നെ ടൈല് കൊടുത്തിട്ടുണ്ട്. ഇതിലും ഫുൾ ഹൈറ്റ് ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. വിത്ത് അപ്പോക്സി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സിറയുടെ ഫ്ലോർ മൗണ്ടിംഗ് ക്ലോസറ്റ്, ഡൈവേർട്ടർ, സ്പൗട്ട്, വാഷ് ബേസിൻ. നമുക്ക് ഈ 4 ടോയ്ലറ്റിലും 4 കളറാണ് തോന്നുന്നു ടൈല്. 4 കളർ ടൈല്. പക്ഷെ ഡോസ് എല്ലാം 4 സെയിം ആയിട്ട്. 4 ബെഡ്റൂമിന്റെ ഡോസ് സെയിം, ബാത്റൂം ഡോസും സെയിം ആയിട്ട്. എല്ലാം ഒരു ഓഫ് വൈറ്റ് ആ ലൈറ്റ് ഷെയ്ഡിലേക്കാണ് തീം സെറ്റ്. ഇവിടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇത് ആ ഒരു നല്ല സ്റ്റിക്കർ ആയിട്ട് ചെയ്തിരിക്കുന്നത്. വരുത്തിച്ചല്ലേ? നല്ല രസമുണ്ട്. ലിവിംഗിൽ നിന്ന് പുറത്തേക്ക് ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് അല്ലേ? ഇത് നമ്മുടെ താഴത്തെ സിറ്റ് ഔട്ടിന്റെ മുകളിലാണ് ഇത് വരുന്നത്. സെയിം ഏരിയ തന്നെ അല്ലേ? GI പൈപ്പില് ഗ്ലാസ്, ടഫൺ ഗ്ലാസ് വന്നിട്ടുണ്ട്. സേഫ്റ്റിയുടെ കാര്യമൊക്കെ ഓക്കെ ആണല്ലോ അല്ലേ? ഇതെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒക്കെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ടല്ലേ പുറത്തേക്കുള്ള റോഡിലേക്കുള്ള. നമ്മളിപ്പോ ഈ വീടിന്റെ ഫുൾ ഇന്റീരിയറും എക്സ്റ്റീരിയറും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടു.
പ്രത്യേകിച്ച് ഈ മുറ്റത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ല. പക്ഷേ ഇതിപ്പം ഇന്റർലോക്ക് നാച്ചുറൽ സ്റ്റോൺ ഇട്ടിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്തിട്ടുണ്ട്, സ്ലൈഡിങ് ഗേറ്റ് ആണ്. അപ്പോൾ റോഡിൽ നിന്ന് ഡയറക്റ്റ് ആക്സസ് ചെയ്ത് കാർ പോർച്ചിലേക്ക് കയറാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു 5 സെന്റിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അല്ലേ, മുറ്റം നല്ല ആവശ്യത്തിൽ കൂടുതൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസും എല്ലാം പുറത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ നോക്കിയാൽ ഇപ്പോൾ നമുക്കിത് കൊടുക്കാനാണ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതെന്താ, നിങ്ങളുടെ വീട് തന്നെയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ അല്ലേ? നിങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന വീട് തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പം അതെന്താ ഇപ്പൊ കൊടുക്കുക, എങ്ങനെ അതിന്റെ റേറ്റും കാര്യങ്ങളും കൂടെ പറ ആൾക്കാർക്ക് ഒന്ന് അറിയാൻ. സെന്റും 2250 സ്ക്വയർ ഫീറ്റ് വീടും കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 69 lakhs ആണ്. 69 lakhs. ചോദിക്കുന്നില്ല, നോർമൽ ആയിട്ടുള്ള ചോദിക്കുന്നുള്ളൂ. പിന്നെ ആൾക്കാർ താല്പര്യമാണ് വന്ന് കണ്ടിട്ട് നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് വെള്ളം കയറുന്ന പ്രശ്നമില്ല, കുടിവെള്ളത്തിന് ക്ഷാമമില്ല, സമൃദ്ധമായിട്ട് വെള്ളമുള്ള കിണറുണ്ട്. കാരണവശാലും ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തിട്ട് മാറാൻ വേണ്ടിട്ട് നമ്മൾ വേണ്ടി വീടല്ലേ. അതാ ഞാനത് കണ്ടപ്പോ തന്നെ ഞാനതാ ചോദിച്ചത്, ഇത്രയും AC ഉൾപ്പെടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങള്. മക്കള് 3 പേരാണ്. അപ്പം കുറച്ചുകൂടെ ഒരു സ്ഥലത്തിലേക്ക് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് കൊടുക്കാം. ഇത്രയും ഇന്റീരിയർ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം, ഇത്രയും ഒരു ഇന്റീരിയറോ ഇത്രയും ഒരു കിച്ചണൊക്കെ ഇത്ര നമ്മള് ഡെഡിക്കേഷനോടെ ഒരു നമ്മുടെ ഉപയോഗത്തിന് വേണ്ടി നമ്മൾ ആക്സസറീസ് ഉൾപ്പെടെ അത്ര കംഫർട്ടബിൾ ആയിട്ട് എല്ലാം ചെയ്തത്. അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് കേട്ടോ. പലരും വിൽക്കാനായിട്ട് ചെയ്യുമ്പം അതിനകത്ത് പല മാനിപ്പുലേഷൻസ് ചെയ്യുമെന്ന് പറയും. പക്ഷെങ്കിൽ ഇത് ഇവരുടെ ആവശ്യത്തിന് വേണ്ടി ഇവർ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ഏറ്റവും നല്ല ക്വാളിറ്റി തന്നെ നല്ല മെറ്റീരിയൽ വെച്ച് തന്നെ ചെയ്ത വീടാണ്. അപ്പൊ അതുകൊണ്ട് 100% വിശ്വസിച്ച് വാങ്ങാം. അപ്പൊ നേരിട്ട് വന്ന് കാണുക. അതെ, നേരിട്ട് വന്ന് കാണുക, അഭിപ്രായം പറയുക, താല്പര്യമുള്ളവർ കണക്ട് ചെയ്യാം. നമ്മൾ എത്രയും പെട്ടെന്ന് സെയിൽ നടത്താൻ റെഡിയാണ്. ഓക്കെ. അപ്പൊ അവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. വീഡിയോക്കകത്തൊരു മെയിൻ ഹൈലൈറ്റ് പറയാനുള്ളത്, അനുക ഹോംസിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ജോബിക്കും താങ്ക് യു സോ മച്ച്. ഈ വിവരങ്ങൾ എത്തട്ടെ. അതിനുവേണ്ടി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ വില്ല സെയിൽ നടന്നത് നമ്മുടെ ജോബിയുടെ യൂട്യൂബ് ചാനലിലൂടെ തന്നെയാണ്. അത് നമ്മുടെ ഒമാനിലുള്ള ബിബിൻ എന്ന് പറഞ്ഞ ആളാണ്. ഇതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് കണ്ടാണ് അദ്ദേഹം മേടിച്ചിരിക്കുന്നത്. അത് തന്നെ അദ്ദേഹം വളരെ ഹാപ്പിയാണ്. വീടിപ്പം താമസം തുടങ്ങിയിരിക്കുന്നു. അതിന് എന്നാ പറയുക, ഹൃദയം നിറഞ്ഞ നന്ദി അനുക ഹോംസിനോട് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ താങ്ക് യു. നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് പലരുടെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അടുപ്പമുള്ള ഒരാൾ തന്നെയാണ് മിസ്റ്റർ രതീഷ്, മൈതർ കൺസ്ട്രക്ഷൻ. ഓക്കെ. അപ്പോൾ തുടർന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.